പാലാരം പോലീസ് സ്റ്റേഷൻ. ആ ഇവിടെ ഒരു പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ ഹലോ, ക്ലിയർ ആവുന്നില്ലോ. കാസർഗോഡ് ഉപഭോക്തൃ കമ്മീഷന്റെ ഒരു വാറണ്ട് ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ. ഒരു ശ്രീവിദ്യ മുള്ളച്ചേരി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയെ ഈ ഒരു ബിനോമോയില് ഇവരെ വീഡിയോ കണ്ട് ഇവരെ പരസ്യം കണ്ട് വിശ്വസിച്ചിട്ട് ഇവർ പറയുന്ന പോലെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എൻ്റെ 1,03,000 രൂപയാണ് ബിനോമോയിൽ പോയത്. അതിൽ നമുക്കൊരു പൈസ കിട്ടുന്നുണ്ട് പറഞ്ഞാൽ ഇവർ പറയുന്നത് അപ്പം തന്നെ പിൻവലിക്കാൻ പറ്റുന്നത്. അങ്ങനെ അപ്പം പിൻവലിക്കാനൊന്നും അതിൽ പറ്റൂല. അപ്പോൾ ബിനോമോ 2 മില്യൺ സക്സസ്ഫുൾ ട്രേഡേഴ്സ് ആണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അത് മാത്രമല്ല, നമുക്ക് മോസ്റ്റ് ട്രസ്റ്റഡ് ട്രേഡിംഗ് ആപ്പാണ് നമ്മുടെ ബിനോമോ. ഭയങ്കര ഈസിയാണ്. ഞാൻ ഫോൺ ഇവിടെ വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ശ്രീവിദ്യ മുല്ലച്ചേരി അറസ്റ്റ് ചെയ്യും. അതായത് വ്യാജ ട്രേഡിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തു, അതുമൂലം ഒരാൾക്ക് 1,00,000-ഓളം രൂപ നഷ്ടപ്പെട്ടു. അയാൾ അതിനുശേഷം കോടതിയെ സമീപിച്ചു. കോടതി അവസാനം നഷ്ടപരിഹാരം കൊടുക്കാൻ പറയുകയും എന്നാൽ അതിനെതിരെ ശ്രീവിദ്യ മുല്ലച്ചേരി അപ്പീലിന് പോവുകയും അതായത് തൻ്റെ വക്കീൽ ഒരു ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കറക്റ്റ് സമയത്ത് കോടതിയിൽ ഹാജരാകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കേസിൽ തിരിച്ചടി ഉണ്ടായി എന്ന രീതിയിൽ ഒരു അപ്പീൽ കൊടുത്തിരുന്നു. പക്ഷേ ആ അപ്പീലും കോടതി തള്ളുകയും അതിനുശേഷം എല്ലാം കൂടി ചേർന്ന് ഒരു പിഴ വിധിക്കുകയും ചെയ്തു. എന്നാൽ ശ്രീവിദ്യ മുല്ലച്ചേരി പൈസ അടയ്ക്കാത്തതിനെ തുടർന്ന് വാറണ്ട് ആവുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ പരാതി കൊടുത്ത വ്യക്തി നിരവധി തവണ പോലീസിനെ സമീപിച്ചെങ്കിലും അവിടെ നിന്നും പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ഒന്നും കിട്ടിയതുമില്ല. ശ്രീവിദ്യ മുല്ലച്ചേരി അറസ്റ്റ് ചെയ്തതുമില്ല. അവിടെയൊക്കെ ആ വ്യക്തിയുടെ അവസ്ഥ, അതായത് ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ പോയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, അതായത് കോടതിയുടെ വിധി ഉണ്ടെങ്കിൽ തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയണമെങ്കിൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഈ കോൾ റെക്കോർഡ് മാത്രം മതി. എന്തായാലും നമുക്ക് ആദ്യം ആ കോൾ റെക്കോർഡ് ഒന്ന് കേട്ടു നോക്കാം. അത് ഇതുവരെയായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. 3 തവണ അവിടേക്ക് വാറണ്ട് കൊടുത്തിരുന്നു പാലാരിവട്ടം സ്റ്റേഷനിലേക്ക്. എന്ത് ഇവിടുത്തെ പാലാവട്ടം സ്റ്റേഷൻ കേസാണോ? അതെ, പാലാരിവട്ടം സ്റ്റേഷനിലെ അതേ പരിധിയിലാണ് ഈ ശ്രീവിദ്യ മുള്ളച്ചേരി ഉള്ളത്. അപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ആ ശ്രീവിദ്യ മുള്ളച്ചേരിനെ പാലാരിവട്ടം സ്റ്റേഷൻ പരിധിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട്. ഇത് ഏത് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസാണ്? ഇത് രജിസ്റ്റർ ചെയ്ത കേസല്ല, ഇത് കോടതിയുടെ ഉത്തരവാണ്. കാസർഗോഡ് ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവാണ്. ഇങ്ങോട്ട് വാറണ്ട് അയച്ചിട്ടുണ്ടെന്നാണോ? അതെ, വാറണ്ട് അവിടെ അയച്ചിട്ടുണ്ട്. 3 തവണ അവിടെ വന്നിട്ടുണ്ട് വാറണ്ട്. വിളിക്കുന്നത് കണ്ണൂരിന്നാണ്. കണ്ണൂർ. പേരെന്താ? ശ്രീജയൻ. ശ്രീജയൻ. അതെ അതെ. ഇത് ഉപഭോക്തൃ കോടതിയുടെ പേരിൽ വാറണ്ട് വന്നിട്ടുണ്ടല്ലേ? അതെ, വന്നിട്ടുണ്ട് 3 തവണ. ഓഫീസിൽ ചോദിക്കട്ടോ. അല്ല, ഇത് നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പലതവണ വിളിച്ചപ്പോൾ നോക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വിളിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഇത് കേൾക്കുന്നത്, സാറ് പറയുമ്പോഴാണ് ഇതിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ചോദിക്കട്ടെ, ഇവിടെ എന്താ സംഭവം അറിഞ്ഞു വന്നിട്ടുണ്ടോ, അങ്ങനെ വാറണ്ട് വന്നിട്ടുണ്ടോ ചോദിക്കട്ടെ. അല്ല, ചോദിക്കട്ടെ അയച്ചില്ല പിന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കോ ഇതിനെ പറ്റിട്ട് സംസാരിക്കോ ഇല്ല. ഇതിനു മുമ്പ് ഞാൻ പലതവണ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ എന്നാലേ. ഒരുപക്ഷെ ഇതുപോലുള്ള അനുഭവം സാധാരണക്കാരായ പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും. കാരണം സാധാരണക്കാരെ ഇങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. അവരെന്ത് പറഞ്ഞാലും അത് നീക്കി വയ്ക്കുക, ഇല്ലെങ്കിൽ അത് സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക എന്നീ രീതിയിലാണ് പല പോലീസുകാരും ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അതേ ഒരു സ്ഥിതിയാണ് ഇദ്ദേഹത്തിന് വന്നത്. അവിടെയൊക്കെ ആലോചിക്കേണ്ടത്, ഇത് വല്ല ഉന്നതരുമായിരുന്നെങ്കിൽ എത്ര വേഗം കേസ് മുന്നോട്ട് പോയേനെ. അതുപോലെ തന്നെ പാവപ്പെട്ടവനാണ് ഇങ്ങനെ പറ്റിച്ചെങ്കിൽ ആ പാവപ്പെട്ടവനെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേഗത്തിൽ നടക്കുകയും ചെയ്യും. ഇവിടെയൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പതിവാണ്. അത് തന്നെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ വ്യക്തി പിന്മാറിയില്ല, വീണ്ടും വിളിച്ചു. ഹലോ സാർ, ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. ശ്രീജയൻ എന്നാണ് പേര്. കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. ശ്രീജയൻ എന്നാണ് പേര്. ഒരു വാറണ്ടിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഒരു ശ്രീവിദ്യ മുള്ളച്ചേരി പറഞ്ഞിട്ടുള്ളവർക്കെതിരെ വാറണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. പറയൂ. ഇത് ഒരു വാറണ്ടിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വിളിച്ചതാണ്. കുറച്ചും വിളിച്ചാണോ? കോഴിക്കോട്. അതെ അതെ അതെ. ഞാൻ നമ്മുടെ ഇവിടെ പ്രോസസ് നടത്തുന്ന സാറിന് നമ്പർ തരാം. അദ്ദേഹത്തിനൊന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. വാറണ്ട് വന്നിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ അദ്ദേഹത്തിനായിട്ട് അറിയാൻ പറ്റുമോ? നമ്പർ പറഞ്ഞു. ഞാൻ പറയട്ടെ? 80. ഈ വാറണ്ട് പ്രോസസ് നടത്തുന്ന അദ്ദേഹമാണ്. ശരി, താങ്ക് യു. അതായത് ആ വ്യക്തി കൈയൊഴിഞ്ഞു. ഞാനല്ല ഇതിൻ്റെ ആള്, മറ്റൊരാളാണ് ഇതിൻ്റെ ആള്. ആ മറ്റൊരാളെ വിളിക്കുമ്പം പറയും ഞാനല്ല ആളെന്ന് പറയും. ഇങ്ങനെ അത് മാറി മാറി ഒഴിഞ്ഞു മാറി അങ്ങോട്ട് പോകുന്നൊരു സീരീസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ ആലോചിക്കേണ്ടത്, കോടതിയുടെ ഒരു വിധിയുമായിട്ട് വന്നിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, അത് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്തായാലും പുതിയ പോലീസിൻ്റെ നമ്പറിലേക്കും ഈ വ്യക്തി വിളിക്കുന്നുണ്ട്. അതിൻ്റെ കോൾ റെക്കോർഡും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. സാറല്ലേ, ഇത് ഒരു വാറണ്ടിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണ്.
ആ ഒരു ശ്രീവിദ്യ മുള്ളച്ചേരി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിക്കെതിരെ ഒരു വാറുണ്ട് ആ കാസർഗോഡ്. ആ ആ തിരുമാടിയില്ലേ? അതെ അതെ അതെ. അത് ഞാനല്ല നോക്കി, അത് ഇവിടെ നമ്മുടെ വേറൊരു സാറാണ് നോക്കി, സൂപ്പർവൈസർ പോയിട്ട്. ഓ ഓ. അപ്പൊ അത് അതിന്റെ റിപ്പോർട്ട് നമുക്ക് കൊടുത്തായിരുന്നു. അത് ഇവിടെ അവര് ഇവിടത്തെ സ്ഥാപനത്തിൽ വരുന്നില്ല. അവര് പണ്ടെങ്ങാണ്ട് വന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ സ്റ്റേഷൻ പരിധിയിൽ അവരോ ഇല്ല. ഉണ്ട്, ആ സ്റ്റേഷൻ പരിധി തന്നെയാണ് ഉള്ളത്. എവിടെ? അമൃത ടിവിയുടെ സ്റ്റുഡിയോയില്. ആ സ്റ്റുഡിയോ നമ്മുടെ സ്റ്റേഷൻ പരിധിയാണ്, പക്ഷെ അവരിവിടെ ഇല്ലല്ലോ. അവരവിടെ തന്നെയാണ് ഉള്ളത്. അവര് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന അഡ്രസ്സാണ് അത്. അല്ലല്ല, നമ്മള് പോയി അന്വേഷിച്ചില്ല. അവരവിടെ സ്റ്റാഫായിട്ട് അവിടെ ജോലി ചെയ്യുന്നില്ല. അവര് അവരുടെ ഒരു പ്രോഗ്രാം കോമഡി പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെയോ ഒന്ന് അഭിനയിച്ചിട്ടാണ് ഇങ്ങോട്ട് അയക്കണെന്നാണ് അത് പറയാം. ഇത് മനസ്സിലായില്ല. അവരെവിടെയോ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് ആ സംഭവം ഇവിടെ അത് ഇത് ചെയ്യണമെന്നാ പറഞ്ഞത്. അല്ല, അത് അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പാലരുവട്ടത്താണ് ഷൂട്ട് ചെയ്യുന്നത്. കോമഡി. ആണോ? ഞാൻ നിങ്ങൾ വാട്സാപ്പിൽ പറയണത്. അതെ. ഞാൻ ആ സുമേഷ് സാറിന്റെ നമ്പർ തരാം. കാരണം പുള്ളിയാണ് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വിട്ടേക്കണത്. ഞാൻ നമ്പർ അയച്ചു. പറഞ്ഞാ മതി. ഞാൻ പുള്ളിയാണ് അതിന്റെ റിപ്പോർട്ട് കൊടുത്തേക്കുന്നത്. പുള്ളിയാണ് അന്വേഷിച്ചത്. ഇവിടേക്ക് ഉന്നതരുടെ അടുത്തോട്ട് പോകുമ്പം പലർക്കും മുട്ടിടിക്കും. ആ ഒരു സ്ഥിതിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പറയാമല്ലോ, ഇദ്ദേഹം ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇദ്ദേഹത്തിന് ഈ ഗതി വന്നത്. അവിടെയൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ പവർ ഉണ്ടെങ്കിലോ പണമുണ്ടെങ്കിലോ ഒക്കെ അവരുടെ പെരുമാറ്റ രീതി മാറും. അതിങ്ങനെയാണ്. അതിനി എത്ര ഭരണം വന്നിട്ടും ഇതുവരെ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. ഇനി ഉണ്ടാവുമോ എന്നൊന്നും അറിയത്തില്ല. അവിടെ പോയി അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. എന്തായാലും അദ്ദേഹം പുതിയൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ കോടതിയുടെ വിധി ഉണ്ടായിട്ട് പോലും ഈ വ്യക്തി ഇങ്ങനെ വിളിച്ച് ഇരിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഹലോ, ഇത് സുമേഷ് സാറല്ലേ പാലാരിവട്ടത്ത്? അതെ. ഇതൊരു വാറണ്ടിനെ കുറിച്ചിട്ട് അന്വേഷിക്കണമായിരുന്നു. ഒരു ശ്രീവിദ്യ മുള്ളച്ചേരി പറഞ്ഞവരുടെ ഒരു വാറണ്ട് 3 പ്രാവശ്യമായിട്ട് അവിടെ വന്നിരുന്നു, പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ പരിധിയില്. അപ്പൊ അത് ഇതുവരെയായിട്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കാസർഗോഡ് കമ്മീഷനിൽ ഹാജരാക്കി. ശ്രീജയൻ ആണ്. അപ്പൊ ഇതുവരെയായിട്ട് വാറണ്ട് നടപ്പിലാക്കിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു. ഒരു പ്രാവശ്യം വാറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം അവിടെ വാറണ്ട് വന്നിട്ടുണ്ട്. 3 പ്രാവശ്യം ഇവിടെ വന്നിട്ടില്ല. പക്ഷെ എന്റെ ഞാനൊരു പേരെ നോക്കുന്നുണ്ടേ. അല്ല, 3 പേരെ നോക്കുന്നുണ്ടെങ്കിൽ വേറൊരു സാറിന്റെ നമ്പർ വന്നത്. അപ്പോ ഇത് എന്തായിരുന്നു, അത് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു. റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ റിപ്പോർട്ട് എന്തായിരുന്നു കൊടുത്തത്? അവിടെ ഉണ്ടല്ലോ. ഞാൻ പറയാം. ഒരാളെ വിളിക്കുമ്പോൾ ഞാനല്ലെന്ന് പറയും. അതിനുശേഷം മറ്റൊരാളുടെ ഫോൺ നമ്പർ കൊടുക്കും. അയാളെ വിളിക്കുമ്പോൾ ഞാനല്ലെന്ന് പറയും. ഇങ്ങനെ ഇത് മാറിയും തിരിഞ്ഞും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെയൊക്കെ എന്താണ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്ത് പോവുകയാണ്. ഇതാണ് ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ. ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷെ അദ്ദേഹം തളരാത്തതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം വീണ്ടും വിളിച്ചത്. അദ്ദേഹത്തിന് ആവശ്യമായി പോയില്ലേ? ഹലോ സാറേ, ഞാൻ രാവിലെ വിളിച്ചിരുന്നു. ശ്രീജയൻ എന്നാണ് പേര്. രാവിലെ വിളിച്ചിരുന്നു. ശ്രീജയൻ എന്നാണ് പേര്. ഒരു വാറണ്ടിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചിരുന്നു. ഓക്കെ. അപ്പൊ അത് ഒരു 3 തവണ അവിടെ വാറണ്ട് അയച്ചിട്ടും ശ്രീവിദ്യ മുള്ളച്ചേരിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. ശ്രീജയനേ ഒരു പ്രാവശ്യം വാറണ്ട് ഞാൻ കണ്ടിരുന്നു. ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. അല്ലെങ്കിൽ അഡ്രസ് ഉണ്ടായിരുന്നത് അമൃത ടിവിയുടെ അഡ്രസ് അല്ലേ? അതെ അതെ. ഓക്കെ. ഒരു തവണ വാറണ്ട് കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു അമൃത ചാനലിന്റെ അന്വേഷിച്ച് അവിടെ അന്വേഷിച്ച. അപ്പൊ അവിടെ ഒരു പ്രോഗ്രാമിന് ഇടയ്ക്ക് ഷൂട്ടിങ് വരാറുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്തൊന്നും അവിടെ ഇല്ല. അല്ല, അവിടെ വരാറുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഷൂട്ടിങ്ങിന്റെ സമയത്ത് അവിടെ പോയാൽ ആളുണ്ടാവുമല്ലോ. അതിപ്പോ അവർക്ക് അതൊരു സ്ഥാപനമാണല്ലോ. അവിടെ താമസിക്കുന്ന അഡ്രസ്സും അതൊന്നും അത് അവർ താമസിക്കുന്ന അഡ്രസ് എന്ന് പറഞ്ഞത് നമുക്ക് അവിടെ അവരുണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ഥാപനത്തിന്റെ അഡ്രസ്സാണോ? അതെ, ആ സ്ഥാപനത്തിന്റെ പുറത്ത് നിന്ന് അറസ്റ്റ് ചെയ്യാലോ അങ്ങനെയാവുമ്പോ. അത് ഞങ്ങൾ ചെന്നിരുന്നു അവിടെ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവിടെ ഇല്ല. അവര് ഇടയ്ക്ക് വരുമെന്നാണ് പറഞ്ഞത്. ഷൂട്ടിങ് ഇപ്പോ ഉള്ള സമയത്ത് ചെന്നൈയിലേക്ക് വേറെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന്
നമുക്കറിയാൻ കഴിഞ്ഞു. നമ്മൾ റിപ്പോർട്ട് കോടതി കൊടുത്തിരുന്നു കേട്ടാ. അല്ല, ചെന്നൈയിലെ അവരാ ഷൂട്ടിംഗ് ഉള്ള ദിവസം എന്ന് പറയുമ്പോൾ അവർ സ്ഥിരമായിട്ട് ആഴ്ചയിൽ 3-4 ദിവസം ഷൂട്ടിംഗ് ഉള്ള ഇതാണ്, പ്രോഗ്രാമാണ് കോമഡി മാസ്റ്റേഴ്സ് പറയുന്നത്. അപ്പൊ എന്നിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല പറഞ്ഞാൽ അതൊരു പോരായ്മയല്ലേ? കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാല് അവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് അവർ വരുന്നത്. ആണോ? ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അതാണ് അറിയാൻ. ഞാൻ കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല, കോടതിയിൽ എന്തായിരുന്നു റിപ്പോർട്ട് കൊടുത്തത്? ഇതിപ്പോൾ ഒരാളെ മാത്രമേ വിളിച്ചിട്ടുള്ളായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു മറ്റൊരാൾ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കുമെന്ന്. പക്ഷേ ഇവിടെ എല്ലാവരെയും ഇദ്ദേഹം വിളിക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ നമ്പർ കൊടുക്കുമ്പോഴും എല്ലാം മാറിയും തിരിഞ്ഞും എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അവിടേക്ക് ഇത് ആരും വലിയ കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിനുശേഷം അവർ പറയുന്നത് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിലാണ്. ആണോ? ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അതാണ് അറിയാൻ. ഞാൻ കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല, കോടതിയിൽ എന്തായിരുന്നു റിപ്പോർട്ട് കൊടുത്തത്? അവിടെയൊക്കെ ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ന് പറയുന്ന വ്യക്തി പല ദിവസങ്ങളിലും അവിടെ വന്നു പോകുന്നതും എല്ലാം ഇദ്ദേഹം അറിയുകയും അദ്ദേഹത്തിന് അതിനുള്ള തെളിവുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് പോലീസ് മാത്രം അതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവിടേക്ക് ഇദ്ദേഹം കോടതിയിൽ നിന്ന് ഇങ്ങനൊരു വിധി നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും ഒരു ആപ്പ് കാരണം ഇദ്ദേഹത്തിനുണ്ടായ അവസ്ഥകൾ. എന്തായാലും അതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഇതെന്ന് വെച്ചാൽ ഈ ഒരു ബിനോമോയില് ഇവരെ വീഡിയോ കണ്ട് ഇവരെ പരസ്യം കണ്ട് വിശ്വസിച്ചിട്ട് ഇവർ പറയുന്ന പോലെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എൻ്റെ 1,03,000 രൂപയാണ് ബിനോമോയിൽ പോയത്. അതിൽ നമുക്കൊരു പൈസ കിട്ടുന്നുണ്ട് പറഞ്ഞാൽ ഇവർ പറയുന്നത് അപ്പം തന്നെ പിൻവലിക്കാൻ പറ്റുന്നത്. അങ്ങനെ അപ്പം പിൻവലിക്കാനൊന്നും അതിൽ പറ്റൂല. അതിൽ അവർക്ക് പിന്നെ നിശ്ചിത ശതമാനം ലിവറേജ് എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അത് പിൻവലിക്കാനൊന്നും പറ്റൂല. അവർ അപ്പോൾ ഈ പരസ്യത്തിൽ പറയുന്നത് തെറ്റാണ്. പിന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത്. ഇത് ട്രസ്റ്റഡും അല്ല, ഈ ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ അഡ്രസ്സ് പോലും ഇല്ല. അപ്പോൾ ഞാൻ ഇതിന് കാസർഗോഡ് കമ്മീഷനിൽ പരാതി കൊടുത്തപ്പോൾ എതിർഭാഗമായിട്ട് ഇവരെ മാത്രമേ വെച്ചുള്ളൂ. കാരണം ബിനോമോക്ക് ഇന്ത്യയിൽ ഒരു അഡ്രസ്സ് പോലും ഇല്ല. അഡ്രസ്സ് ഇല്ലാത്ത ബിനോമയാണ് ഇന്ത്യയിലെ നമ്പർ 1 മോസ്റ്റ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം. 2 മില്യൺ സക്സസ്ഫുൾ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം ഇവർ ചെയ്തത്. അപ്പോൾ ഇതിൽ ഇവര് വക്കീലിനെ വെച്ചത് ഒരു നിഖിൽ നാരായണൻ എന്ന് പറയുന്ന വക്കീലാണ്. ഇവരെ വക്കീല് കാസർഗോഡ് വക്കീല്. ഇപ്പോൾ ബ്രോന് അറിയാമെന്ന് തോന്നുന്നു. നിഖിൽ നാരായണൻ എന്ന് പറയുന്നതിൽ പണ്ടൊരു റേപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവാദമായ ഒരു വക്കീലാണ് നിഖിൽ നാരായണൻ. അപ്പോൾ ആ നിഖിൽ നാരായണനാണ് ഇവരെ വക്കീലുണ്ടായത്. അപ്പോൾ ഈ നിഖിൽ നാരായണൻ എന്ന് വെച്ചാൽ ആ ഒരു കേസിൽ പെട്ടു, മുൻകൂർ ജാമ്യം കിട്ടി. അതിനുശേഷം വീണ്ടും ഇവരെ കേസ് തന്നെ വാദിക്കാൻ വേണ്ടി വരലുണ്ട്. പിന്നെ ഈ കേസ് അവസാനിക്കുന്നവരെ വാദിച്ചത് നിഖിൽ നാരായണനാണ്. അപ്പോൾ ഈ കേസ് കാസർഗോഡ് തോറ്റതോടെ ഇവർ ഈ പറയുന്ന ശ്രീവിദ്യ എന്ന് പറയുന്ന ആള് സംസ്ഥാന കമ്മീഷനിൽ പോയിട്ട് അപ്പീൽ കൊടുത്തു. ആ അപ്പീൽ പറഞ്ഞ കാര്യമാണ് ഞെട്ടിക്കുന്ന കാര്യം. എന്ന് വെച്ചാൽ നിഖിൽ നാരായണൻ, ഇവരുടെ വക്കീലായ നിഖിൽ നാരായണൻ റേപ്പ് കേസിൽ പെട്ട് നോൺ ബെയിലബിൾ വകുപ്പുകളൊക്കെ ചുമത്തിപ്പെട്ടതിനാൽ ഇവര് കോടതിയിലൊന്നും ഹാജരാകാറില്ല. അതുകൊണ്ട് ഇവരെ കേസ് നോക്കാത്തത് കൊണ്ടാണ് നമ്മൾ തോറ്റത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പീൽ കൊടുത്തത്. അപ്പൊ ഞാനവിടെ സംസ്ഥാന കമ്മീഷനിലെ ഈ ഹൈക്കോടതിയിൽ നിഖിൽ നാരായണന് മുൻകൂർ ജാമ്യം കിട്ടിയ കാര്യം വിധി പകർപ്പ് അടക്കം കൊടുത്തു. അപ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട സംസ്ഥാന കമ്മീഷന്റെ ബോധ്യമായി ഇവർ പറയുന്നത് കള്ളാന്നാണ്. അപ്പോൾ അതായത് ഈ നിഖിൽ നാരായണൻ എന്ന് പറഞ്ഞാൽ കേസ് പറയുന്നത് 2024 മുൻകൂർ ജാമ്യം കിട്ടുന്നത് 2024. ഈ കേസ് ഇവരെ അതിനുശേഷം ഇവരെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം വരലുണ്ട് നിഖിൽ നാരായണൻ. ഇതെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത് റേപ്പ് കേസിൽ ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ വരാത്തത് കൊണ്ടാണ്, എൻ്റെ വക്കീൽ വരാത്തത് കൊണ്ടാണ് ഞാൻ തോറ്റു എന്നാണ് ഇവര് അവിടെ പറയുന്നത്. സംസ്ഥാന കമ്മീഷനിൽ ഭയങ്കര കളവാ പറയുന്നത്. അപ്പൊ ഈ നിഖിൽ നാരായണൻ അതിന് ശേഷം വരലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അന്വേഷിച്ചാലും അറിയാം, സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് നിഖിൽ നാരായണൻ. എന്നിട്ട് ഈ നിഖിൽ നാരായണനെതിരെ ഇവര് ബാർ കൗൺസിലിൽ ഒരു പരാതിയല്ല കൊടുക്കുന്നത്. അതായത് അപ്പീൽ പോകണമെങ്കിൽ എന്തെങ്കിലും കാരണം പറയണല്ലോ. വക്കീലിനെതിരെ എന്തെങ്കിലും പരാതി പറഞ്ഞാലല്ലേ അവിടെ അപ്പീലിന് ഒരു കാരണം കാണിക്കാം. അങ്ങനെ ബാർ കൗൺസിലിനും പരാതി കൊടുക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവരെ കേസ് വേണ്ടിയിട്ട് അവസാനം വരെ വാദിച്ചത് നിഖിൽ നാരായണനാണ്. അങ്ങനെയാണ് ഈ സംസ്ഥാന കമ്മീഷനിലെ ശ്രീവിദ്യ മുല്ലശ്ശേരിന്റെ പരാതി അപ്പീല് തള്ളി. അപ്പോൾ നിലവില് കാസർഗോഡ് കമ്മീഷന്റെ വിധി പ്രകാരം എനിക്ക് 1,03,000 രൂപയും പിന്നെ കോടതി ചെലവായിട്ട് 5,000 രൂപയും മാനസിക ബുദ്ധിമുട്ടുകൾക്ക് 50,000 രൂപയും ഇങ്ങനെയാണ് നഷ്ടപരിഹാരം. അതായത് 1,58,000 രൂപ ഈ 9% പലിശ നിരക്കില് കേസ് രജിസ്റ്റർ ചെയ്തത് 2023
1 മുതൽ 9% പലിശ നിരക്കിൽ കിട്ടണമെന്നാണ് ഇതിൻ്റെ വിധി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ അപ്പീലിന് പോയപ്പം ഒരു നിശ്ചിത ശതമാനം തുക അവിടെ കെട്ടിവെക്കണം. അപ്പോൾ ആ കെട്ടിവെച്ച തുക എനിക്ക് പിൻവലിക്കാൻ പറ്റും. കാരണം ഇവരെ അപ്പീൽ തള്ളിയല്ലോ. അപ്പീൽ തള്ളുമ്പം ആ ഒരു തുക ഒരു 79,000 രൂപ സംസ്ഥാന കമ്മീഷനിൽ എനിക്ക് പിൻവലിക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി ഇനിയും കിട്ടാനുള്ളത് 1,00,000 ഏകദേശം 86,000 മുകളിലാണ് ടോട്ടൽ. അതിൽ 79 കഴിച്ചാൽ ഇപ്പോഴും ബാക്കി 1,00,000 സംതിങ് അവരെ ഇനിയും തരാനുണ്ട്. പക്ഷെ അവർ അതിനുശേഷം ഈ പറയുന്ന നോൺ ബെയിലബിൾ വാറണ്ട് കാസർഗോഡ് കമ്മീഷൻ പാലാരി ആദ്യം മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഇല്ലേ കാസർഗോഡ്, അവിടെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇവർ കൊച്ചിയിലേക്ക് മാറി എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. മൂന്ന് പ്രാവശ്യം അടുപ്പിച്ചിട്ട് ഇവർക്കെതിരെ നോൺ ബെയിലബിൾ വാറണ്ട് ഓരോ മാസം ഇങ്ങനെ പുതുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ പാലാരിവട്ടം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നുമില്ല. ഇവർക്കാണെങ്കിൽ അതൊരു പ്രശ്നവുമില്ല. ഇവരെ ഇപ്പം ഗൾഫിലേക്കെല്ലാം ആഡംബര യാത്രയൊക്കെ നടത്തിയിട്ട് ആർക്കും ഒരു പ്രശ്നമില്ല, ഇതൊന്നും ആരും അറിയില്ലല്ലോ എന്ന ഭാവത്തിലാണ് ഇവര് ഈ ഗൾഫിലേക്ക്. ഇപ്പം അവരെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി അവർ ആഡംബര യാത്രയാണ്, ഭയങ്കര നല്ല ഫോട്ടോഷൂട്ടും. അവിടെയൊക്കെ ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ പ്രൊമോഷനും കൂടെ കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും എത്ര ക്ലീൻ ആയിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്, എന്തുമാത്രം കോൺഫിഡൻസോടെയാണ് ജനങ്ങളിലേക്ക് അത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. എന്തായാലും ആ പ്രൊമോഷൻ കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ കഴിക്കുന്നതിന് മുൻപ് നമ്മുടെ ഒരു മര്യാദ ഉണ്ടല്ലോ, വിഷു കൈനീട്ടം തരണം. അപ്പം നമ്മുടെ ഈ ഒരു 2.71 ലാക്ക് സബ്സ്ക്രൈബേഴ്സിന് നേരിട്ടെത്തി വിഷു കൈനീട്ടം തരാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് അവിടെ എത്തണം. അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര റിച്ചാണ്. അപ്പം അതുള്ളത് കൊണ്ട് ഞാനൊരു വിഷു കൈനീട്ടം നിങ്ങൾക്ക് തരട്ടെ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നും തരുന്ന പോലെ ഇതൊരു വിഷു സ്പെഷ്യലായിട്ട് നിങ്ങൾ ഇപ്രാവശ്യം കൂട്ടേണ്ടതാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഒരു അഡീഷണൽ ഇൻകം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ല, അതെ, ബിനോമോനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ബിനോമോ 2 മില്യൺ സക്സസ്ഫുൾ ട്രേഡേഴ്സാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അത് മാത്രമല്ല, നമുക്ക് മോസ്റ്റ് ട്രസ്റ്റഡ് ട്രേഡിംഗ് ആപ്പാണ് നമ്മുടെ ബിനോമോ. ഭയങ്കര ഈസിയാണ്. ഞാൻ ഫോൺ ഇവിടെ വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സ്കിപ്പ് ചെയ്യരുത്. അപ്പം എടുക്കുക, എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമ്മൾ എടുത്ത സമയത്ത് നമ്മളിതിൽ അസറ്റ് സെലക്ട് ചെയ്യുന്നു. അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? അംഗൻവാടി പിള്ളേരെ പഠിപ്പിക്കണമല്ലേ, എമൗണ്ട് സെലക്ട് ചെയ്തു. അപ്പം നമ്മളതിൽ എമൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം അപ്പാണോ ഡൗൺ ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ അപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിക് 1, ടിക് 2, ടിക് 3 പ്രെഡിക്ഷൻ കറക്റ്റ് ആയേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റേത് സക്സസ് ആയേക്കാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും കിട്ടുന്നതുകൊണ്ട് എനിക്ക് വലിയ ആശ്ചര്യം ഒന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ എമൗണ്ട് ഈ PTM വഴി അല്ലെങ്കിൽ അക്കൗണ്ട് ത്രൂ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് നമുക്ക് എടുക്കാം. അത് മാത്രമല്ല, ഒരു പ്രൊമോ കോഡ് ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് എമൗണ്ടിൽ 100% ബോണസ് കിട്ടുന്നതായിരിക്കും. ഹാപ്പി വിഷു. ഇവിടേക്ക് ഇദ്ദേഹം ഈ വോയിസ് റെക്കോർഡും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുത്തു തന്നെ കൈസിനായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യം പലരിലേക്കും എത്തുകയും അവസാനം ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ വക്കീൽ തന്നെ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുകയും പൈസ കൊടുക്കാമെന്ന് പറയുകയൊക്കെ ചെയ്തു എന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ കോൾ റെക്കോർഡ് കൈസ് തന്നെ പുറത്തുവിട്ടത്. അവിടെയൊക്കെ പോലീസുകാർക്ക് പറ്റാത്തത് ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് കഴിഞ്ഞെങ്കിൽ പല ബ്ലോഗേഴ്സിനും ഇവിടെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും കൈസിന് അയച്ച വോയിസ് റെക്കോർഡ് കൂടി ഇതിൻ്റെ കൂടെ വയ്ക്കാം. അവിടെ ഒരു സന്തോഷകാര്യമുണ്ട്. അതായത് വക്കീല് തരുന്നു പറഞ്ഞത് മാത്രമല്ല, അവരെ വക്കീല് പറഞ്ഞാൽ പണ്ടത്തെ ആ കേസിൽപ്പെട്ട വക്കീലല്ല, ഇത് പുതിയ വക്കീല്. ആ വക്കീല് ഉറപ്പ് തന്നത് മാത്രമല്ല, ഇന്ന് തന്നെ അവര് തരാനില്ല ബാക്കി പൈസ തന്നിട്ട് കേസ് പൂർണ്ണ സംതൃപ്തിയോടുകൂടി ആ കേസ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കമ്മീഷന്റെ മുമ്പാകെ അവര് പൈസ തന്നിട്ട് ആ കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണ സംതൃപ്തിയോടെ ആ കേസ് ക്ലോസ് ആയതായിട്ട് ബ്രോനെ അറിയിക്കുവാണ്. അപ്പോൾ ഒരിക്കൽ കൂടി വളരെ നന്ദി ഈ ഒരു കാര്യത്തിന്. കാരണം ഇത്രയും കാലം നോൺ വെയിലബിൾ വാറണ്ട് കൊടുത്തിട്ട് പോലീസ് അനങ്ങാത്തത് താങ്കളെ ചാനലിൽ കൂടെ ഇല്ല, ആ ഒറ്റ വീഡിയോയിലൂടെ അത് വളരെ ഉപകാരമുണ്ട് അങ്ങനെ ചെയ്തതിന്. അപ്പോൾ വേറൊരു എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്, ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം, പണ്ട് ഒരു സുരേഷ് ഗോപിൻ്റെ ഒരു പടം ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സംവിധാനം ഇവരുടെ അറിയാലോ, ഇവരുടെ ഈ പറയുന്ന ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ ഭർത്താവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംവിധാനം നടക്കുന്നത് പറഞ്ഞിട്ട് പല കാരണങ്ങളാൽ അത് മുടങ്ങി ആ സിനിമ. അപ്പോൾ നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു കാര്യം നമ്മളിപ്പോൾ പൂർണ്ണമായിട്ട് നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ഒരു പരസ്യം ചെയ്തു, തട്ടിപ്പിൻ്റെ പരസ്യം എന്ന് വെച്ചാൽ
അത് അന്നത്തെ കാലത്ത് അവർക്ക് അങ്ങനെ ചെയ്ത് ഇവരല്ല ഞാൻ പറയുന്നത്, ശ്രീവിദ്യ മുല്ലശ്ശേരിൻ്റെ ഭർത്താവല്ല, ശ്രീവിദ്യ മുല്ലശ്ശേരി ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരു സംഭവം, ഈ പൈസ തന്നു, ഇപ്പോൾ ഇപ്പം നമുക്കും സംതൃപ്തി, അപ്പോൾ ആ ഒരു പോയ പൈസ തിരിച്ചു കിട്ടുന്നതിൻ്റെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ നിമിത്തം കൊണ്ട് ഇനി ചിലപ്പോൾ അവരെ ആ സിനിമ മുടങ്ങിപ്പോയ സിനിമയെല്ലാം നന്നാവാനും ചിലപ്പോൾ ഇതെല്ലാം കൊണ്ടായിരിക്കും ഇങ്ങനെ മുടക്കം വരുന്നത്. അതെ, അങ്ങനെ ദൈവവിശ്വാസം ഉള്ളവർ അങ്ങനെ വിശ്വസിക്കും, ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാനും കാരണമുണ്ട്. കാരണം ഇതിന് ശാസ്ത്രീയമായിട്ടൊരു ഇതുമില്ല, ബന്ധവുമില്ല. പക്ഷെ അതൊരു വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ അറിയാലോ, പണ്ടൊരു സുരേഷ് ഗോപിന്റെ ഒരു പടം ഇറങ്ങുന്നെന്ന് പറഞ്ഞിട്ടൊരു വാച്ച് റിപ്പയറുടെ കഥയായിരുന്നു. പക്ഷെ പല കാരണങ്ങളാൽ ആ സിനിമ മുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവരുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് ഇനി പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നല്. കാരണം ഇങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ആ ഒരു ഇത് നീങ്ങി കിട്ടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പുരോഗതി അവരുടെ കുടുംബത്തിന് ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തോടും പ്രാർത്ഥിക്കുന്നത്. എന്തായാലും അത് പൈസ കൊടുത്തതുകൊണ്ട് തന്നെ ആ കേസ് അവിടെ കൊണ്ട് തീർന്നു എന്ന് തന്നെ പറയാം. പക്ഷെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതുപോലെ പല ആളുകളും പറ്റിക്കപ്പെടുന്നുണ്ട്. പല ഇൻഫ്ലുവൻസേഴ്സും ഇതേ രീതിയിൽ തന്നെ പല കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവിടേക്ക് ഇവരെയൊക്കെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇതേ അവസ്ഥയായിരിക്കും നിങ്ങൾക്കും വരുന്നത്. ഇനി കോടതി വിധി ഉണ്ടായാൽ തന്നെയും പല കാര്യങ്ങളും കയ്യിൽ വന്നു ചേരണമെങ്കിൽ കുറേ താമസമെടുക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഈ ഒരു ഇഷ്യൂവിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പോലീസിൽ നിന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. ഒരുപക്ഷെ ഇവിടെയൊക്കെ സാധാരണക്കാരായ ജനങ്ങൾ ഇതൊക്കെ ദിനംപ്രതി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല. മാറ്റമുണ്ടാവട്ടെ, സാധാരണക്കാരുടെ ഈ അവസ്ഥയും മാറട്ടെ. ഇനിയും ഇതുപോലുള്ള ആപ്പ് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.